guys, welcome back to my YouTube channel. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് അതിനു മുമ്പ് എൻ്റെ ഹെയർ എല്ലാം ഒരുമാതിരി ഷോക്ക് അടിച്ച മാതിരി ഇരിക്കണു അല്ലേ. ഇത് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കിയപ്പോഴേ ഈ ബേബി ഹെയർ എല്ലാം കൂടി ഇങ്ങനെ ചുരുണ്ടിട്ട് ഒരുമാതിരി ഇരിക്കണം. അപ്പോൾ ഞാനൊന്ന് വൃത്തിയാക്കി വെക്കാൻ നോക്കിയത് ഇത് ശരിക്കും ഒരുമാതിരി ഷോക്ക് അടിച്ച മാതിരി ഇരിക്കണം. അതൊക്കെ പോട്ടെ. അപ്പം നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കിടക്കാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ അലമാരിയുടെ ഒരു ക്ലീനിങ് വ്ലോഗാണ്. അതായത് ക്ലീനിങ് വ്ലോഗ് എന്നൊന്നും പറയാൻ പറ്റില്ല. മൊത്തത്തിൽ അതിൻ്റെ അകത്ത് ഡ്രസ്സെല്ലാം ഇങ്ങനെ നിരന്ന് ഒരെണ്ണം വലിച്ചു കഴിഞ്ഞാൽ 10 എണ്ണം എൻ്റെ കാലിൽ വീഴുന്ന അവസ്ഥയാണ്. അപ്പോൾ ഇതെല്ലാം നമുക്കൊന്ന് വൃത്തിയാക്കി എല്ലാം അടുക്കി അലമാരിയിൽ സെറ്റ് ചെയ്ത് വെക്കാം. പിന്നെ ഇതെന്ത് റിംഗ് ലൈറ്റ് ഇരിക്കണം. നിങ്ങൾ വിചാരിക്കും റിംഗ് ലൈറ്റ് അവിടെ തെളിച്ച് വെച്ചിട്ട് ഞാൻ എന്ത് ഇവിടെ അത് വീഡിയോ എടുക്കണമെന്നല്ലേ. അത് അലമാരിയുടെ നേരെ ഓപ്പോസിറ്റാണ് ഞാൻ റിംഗ് ലൈറ്റ് തെളിച്ച് വെച്ചിരിക്കണത്. അപ്പം ഞാൻ വിചാരിച്ചു ഇവിടെ അതിൽ ആ ഒരു സൈഡിൽ വെച്ച് വീഡിയോ എടുത്തിട്ട് രസം തോന്നുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു ട്രൈപോഡ് വെച്ചിട്ട് ഇവിടെ വെച്ച് എടുത്ത് നോക്കാം. എന്നിട്ട് അലമാരിയുടെ വീഡിയോ എടുക്കാൻ നേരം റിംഗ് ലൈറ്റ് അവിടെ വെച്ചിട്ട് അവിടെ ഫോൺ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അതിനാണ് അവിടെ തെളിച്ച് വെച്ചിരിക്കുന്നത്. പിന്നെ വീഡിയോ എടുക്കാൻ നേരം ഞാൻ അത് ഓഫ് ചെയ്യാൻ മറന്നുപോയതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഗൈസ്, അപ്പോൾ ഫസ്റ്റ് ഞാൻ എൻ്റെ അലമാരി പരിചയപ്പെടുത്താം. ഇതാണ് എൻ്റെ അലമാരി. ഇനി ഇതിൻ്റെ അകത്തെ കാഴ്ചകൾ വരൂ. തുറക്കുമ്പോ സൗണ്ട് ഉണ്ട്. ഇതൊക്കെ കേട്ട് നിങ്ങൾ പേടിക്കണം. കുറച്ചും കൂടെ അടുത്ത് സൂക്ഷ്മമായി ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇതാണ് എൻ്റെ ഇപ്പോഴത്തെ അലമാരയുടെ അവസ്ഥ. കണ്ടോ, ഇതിലൊക്കെ ഒരെണ്ണത്തെ പിടിച്ചാൽ 100 തുണി താഴെ പോരും. ഇതിൻ്റെ അടിയിലൊക്കെ കുറേ ഒളിച്ചിരിപ്പുണ്ട്. അപ്പോൾ എവിടെയെങ്കിലും പോകാൻ ഈ അടിയിൽ നിന്ന് പിടിച്ചിട്ട് വലിക്കും. അപ്പോഴാണ് ഇതെല്ലാം ഇങ്ങനെ നിരക്കണത്. കണ്ടോ, എന്തോ മരുന്നും കുപ്പിയൊക്കെ ഇരിപ്പുണ്ട്. ഇത് ചേട്ടായുടെ ഒരു സെക്ഷൻ മാത്രം വലിയ കുഴപ്പമില്ലേ, കാരണം അത് അവന് വീടില്ലാത്തത് കൊണ്ട്. കണ്ടോ, ഇതിനകത്തൊക്കെ പാമ്പ് കയറരുതാ പോലും അറിയൂലെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോ ഇതെല്ലാം നമുക്ക് അടുക്കാം. എവിടുന്ന് തുടങ്ങണമെന്നുള്ളൊരു കൺഫ്യൂഷൻ മാത്രമേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഈ തട്ടെല്ലാം നിറഞ്ഞിരുന്നതാണ് കേട്ടോ. ഇതിൽ എനിക്ക് കുറേ ലൂസായിട്ടുള്ള കുറേ ഡ്രസ്സ് ഉണ്ട്. അപ്പോൾ അതെല്ലാം കുറേ ട്രോളിക്കകത്ത്, കുറേ ചെറിയ ബാഗിനകത്ത്, അങ്ങനെ എല്ലാം ഞാനെടുത്ത് മാറ്റി വെച്ചു. കാരണം ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെല്ലാം ആളി പളി എല്ലാം അങ്ങനെ ഇങ്ങനെ എല്ലാം പോകും. അപ്പോൾ ഞാൻ വിചാരിച്ചു എല്ലാം കൂടെ എടുത്ത് നിരത്തണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ എല്ലാം കൂടെ കുറേ ട്രോളിക്കകത്ത് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സെക്ഷൻ നമുക്ക് ആദ്യം തുടങ്ങാം. അപ്പൊ ഇതെല്ലാം കറക്കി നമുക്ക് കട്ടിലിൽ വെക്കാം. ഇതെല്ലാം നമുക്ക് ഓരോ സെക്ഷനായിട്ട് അടുക്കി മടക്കി ഒതുക്കി കട്ടിലിൽ വെച്ചിട്ട് ലാസ്റ്റ് വേണം ഇതെല്ലാം കൂടെ തിരിച്ചു കയറ്റാൻ. അപ്പൊ നമുക്ക് ഓരോ സെക്ഷനായിട്ട് പേർക്കാം. To the city streets, we began to feel the fire. We rise like tall buildings as the chemicals they take us higher. The night's young and it's just begun as she puts her hand in mine. ഈ ഒരു സെക്ഷൻ കാലിയായിട്ടുണ്ട്. കണ്ടോ, അതിലിടുന്ന തുണിയെല്ലാം ഞാനിതാ ഇവിടെ ഇങ്ങനെ എടുത്ത് നേരത്തെ വെച്ചിട്ടുണ്ട്. അപ്പം ഇതെല്ലാം ഇനി മടക്കി നമുക്ക് ഓരോ സെക്ഷനായിട്ട് തിരിച്ചു വെക്കാതെ. ഇതിൽ കുറെ ഡ്രസ്സൊക്കെ ഞാൻ കാണിച്ചു തരാം. കേട്ടോ, ഇതെന്റെ ഒരു ഷർട്ട്, ഒരു എലാസ്റ്റിക്കിന്റെ കയ്യൊക്കെ ആയിട്ട്. ഇതൊക്കെ മീഷോ പ്രോഡക്റ്റ് ആണ് കേട്ടോ. ഷർട്ടാണ്.
ഫ്രണ്ടിൽ ഇറക്കം കുറവും ബാക്കില് നല്ല ഇറക്കവുമായി. കണ്ടോ? Gonna be two hearts running wild. കുറെ ഡ്രസ്സൊക്കെ വലിയ ഉടയാതെ മടങ്ങി വെക്കിട്ടുണ്ട്. അതൊന്നും ഒന്നും ചെയ്യുന്നില്ല. അതെല്ലാം അങ്ങനെ തന്നെ വെക്കണേ ഉള്ളൂ. ഇതൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ടീഷർട്ട് ആയിരുന്നു കേട്ടോ. കാരണം ഇതൊന്നും മേടിച്ചിട്ട് എനിക്ക് ഉപയോഗിക്കാനേ പറ്റിയിട്ടില്ല. കാരണം ഇത് മേടിച്ച ടൈമിൽ എന്തൊക്കെയായിരുന്നു ഞാൻ പ്രഗ്നന്റ് ആയത്. അപ്പൊ പിന്നെ എനിക്ക് അങ്ങനെ ഉപയോഗിക്കാൻ പറ്റിയിട്ടില്ല. കണ്ടോ? ഇതാണ് അതിന്റെ ഫ്രണ്ട് വശം. നല്ല ഭംഗിയില്ലേ? ഞാനിത് കൂടുതലും ഈ ജീൻസ് ടൈപ്പ് മെറ്റീരിയലിന്റെ സ്കേർട്ട് ഉണ്ടല്ലോ, അതായത് ഇതേ ഈ സാധനം, ഈ ടൈപ്പ് സ്കേർട്ട്, ഈ സാധനത്തിന്റെ കൂട്ടത്തിൽ ഇട്ടോണ്ടിരുന്ന സാധനമാണിത്. കുറെ ഡ്രസ് ഇടാനുള്ളത് ഇനി ഇരിപ്പുണ്ട്. പക്ഷെ ഇപ്പൊ ഒന്നും പാകാവില്ല എന്നുള്ളതാണ് സത്യം. ഒന്നെങ്കിൽ ലൂസ് ആയിരിക്കും, അല്ലെങ്കിൽ ടൈറ്റ് ആയിരിക്കും. അപ്പൊ നമുക്ക് വേഗം വേഗം ഇതൊക്കെ ഒന്ന് മടക്കി വെക്കാം. ഇടയ്ക്ക് ഞാൻ എന്റെ കുറച്ച് ഡ്രസ് കളക്ഷൻസ് ഒക്കെ കാണിച്ചു തരാനേ. അതായത് ഒരുപാട് സംഭവങ്ങളൊന്നും ഇല്ല കേട്ടോ, എന്നാലും എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ഡ്രസ്സുകളൊക്കെ ഉണ്ട്. ഇതൊക്കെ എന്റെ സ്റ്റുഡിയോ കളക്ഷൻസ് ആണ് കേട്ടോ. സ്റ്റുഡിയോയിൽ നിന്ന് എടുത്ത ഷർട്ട്, ഇതിന് പേരായിട്ടൊരു പാന്റും ഉണ്ടായിരുന്നു. ഈ പാന്റ്, ഈ പാന്റും ഈ ഷർട്ടും ഇത് പേരായിട്ട് മേടിച്ചതാണ്. സ്റ്റുഡിയോ ശരിക്കും പറഞ്ഞാൽ ജീൻസിന്റെ കൂടെ ഇട്ടിട്ടുണ്ട്. പക്ഷെ ഈ പാന്റിന്റെ കൂടെ തന്നെ ഇതുവരെ പെയർ ചെയ്തിട്ടില്ല. ഇടാൻ ഭയങ്കര കംഫർട്ടബിൾ ആണ് കേട്ടോ. സ്ലീവ്ലെസ് ആണ്. സ്ലീവ് ഉണ്ടോന്ന് ചോദിച്ചാൽ സ്ലീവ് ഉണ്ട്, പക്ഷെ ഷോൾഡറെ കൂട്ടി വന്നിരിക്കുന്ന സ്ലീവ് ആയിരുന്നു. We lay awake in bed, the glass so loud as the hours pass. We're gonna do it all again. We wanna chase the night, wanna dance to the light, pull the stars from the sky just to. ഇതും എന്റെ ഒരു മീഷോ പ്രൊഡക്റ്റ് ആണ്. ഇതും ഒരു ഷർട്ടാണ്. ഇത് മീഷോയാണ്. എന്റെ കയ്യിലിരിക്കുന്നതിന്റെ ഒരു 80% ഡ്രസ്സും മീഷോ പ്രൊഡക്റ്റ് ആണ്. ഇത് സ്റ്റുഡിയോയിൽ നിന്ന് എടുത്ത ഒരു ടോപ്പാണ്. വലിയ കാലമൊന്നും ആയിട്ടില്ല, പക്ഷെ ഭയങ്കര ലൂസാണ്. എടുത്തപ്പോ ടൈറ്റ് കറക്റ്റ് ആയിരുന്നു, പക്ഷെ ഇപ്പൊ ഭയങ്കര ലൂസാണ്. ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഡ്രസ്സിലൊന്നാണ് കേട്ടോ. ഇതൊക്കെ എന്റെ കെട്ടിയോന് അതിഭയങ്കരമായി ഇഷ്ടപ്പെട്ടിട്ട് എനിക്ക് സ്റ്റുഡിയോയിൽ നിന്ന് മേടിച്ചു തന്ന കുറച്ച് ഡ്രസ്സസാണ്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, ലൂസാണ്. Hearts running wild, never sleep, never stop. As we shout from the top, we're gonna be. We're gonna be two hearts running wild. ഇതും ഞാൻ മീഷോയിൽ നിന്ന് മേടിച്ച ഡ്രസ്സാണ്. ഇത് കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു എത്രത്തോളം ലൂസാണെന്നുള്ളത്. എനിക്കൊരു സമയത്ത് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ
ഒത്തിരി ഇടാം. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഡ്രസ്സായിരുന്നു. അപ്പൊ ഞാൻ ആ ടൈമിൽ കുറേ സ്കേർട്ടും കുറെ ടോപ്പും ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അതിനോടുള്ള ക്രൈസ് ഒക്കെ പോയിട്ടോ. ഇപ്പൊ ഇടുവോന്ന് ചോദിച്ചാൽ ഇടും, അത്രേ ഉള്ളൂ. ഇത് എന്റെ ജീൻസ് ആണ്. ഞാൻ സ്റ്റുഡിയോയിലൊക്കെ മേടിച്ച ജീൻസ് ആണ്. കുറെ പോക്കറ്റ് ഒക്കെ ആയിട്ട്. ഇത് മീഷോ ഷർട്ടാണ്. ക്രോപ്പ് ഷർട്ട്. പക്ഷെ നല്ല രസമാണ് കേട്ടോ ഇട്ട് കഴിഞ്ഞാൽ. We'll stay young forever. We'll never have regrets. ഇത് ഏറ്റവും കൂടുതൽ ഇടുന്ന ടൈം അബിയോടുള്ള ടൈമാണ് കേട്ടോ. അബിയുടെ കൂടുതൽ പുറത്തൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ഡ്രസ് ഇട്ടിട്ട് പോവാണെങ്കിൽ എനിക്കും ഇഷ്ടം, അവനും ഇഷ്ടമാണ്. അപ്പൊ അതുകൊണ്ട് ഈ ഏറ്റവും കൂടുതൽ ഈ സാധനങ്ങളൊക്കെ ഇടണമെന്ന് പറയുമ്പോൾ അബിയോടുള്ള ടൈം. അല്ലെങ്കിൽ ഇതൊക്കെ ഞാൻ ഇങ്ങനെ പൊതിഞ്ഞ് കെട്ടി എടുത്ത് വെച്ചേക്കും. ഈ ഡ്രസ്സൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഇതിന്റെ ഒരു മീഷോ ടോപ്പാ. പക്ഷെ എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. അത് ഇട്ട് കഴിയുമ്പോ ഒരു ഭംഗിയില്ല. എനിക്ക് എങ്ങോട്ടൊക്കെയോ എന്തൊക്കെയോ ഒരു ഭംഗി കുറവുണ്ട്. ഇത് മീഷോയാ, എല്ലാം മീഷോയാ. അപ്പൊ ഏകദേശം ഒരു പകുതിയോളം ഞാനിവിടെ മടക്കി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് മടക്കി സെക്ഷൻ തിരിച്ച് ടോപ്പ്, സ്കേർട്ട്, പാന്റ് ഇതെല്ലാം നമുക്കൊന്ന് സെക്ഷൻ തിരിച്ച് വെക്കാം. എന്നിട്ട് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. ഇല്ലെങ്കിൽ മൊത്തത്തിൽ ഇങ്ങനെ മടക്കുന്നത് എല്ലാം കൂടെ കാണിക്കുമ്പോൾ നിങ്ങൾക്കും ബോറടിക്കും. കുറച്ചൊക്കെ ഞാൻ എന്റെ സംസാരമൊക്കെ നിർത്തിയിട്ട് കുറച്ചൊക്കെ മ്യൂസിക് കുത്തിരി കയറ്റി ഞാൻ വീഡിയോ കാണിച്ചു തരാം. പക്ഷെ കുറെ ആയി കഴിയുമ്പോൾ ബോറടിക്കും. അതുകൊണ്ട് ഇതെല്ലാം മടക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ട് അടുത്ത സെക്ഷൻ പൊളിക്കാനേരം ഞാൻ കാണിച്ചു തരാം അതിൽ എന്തൊക്കെയുണ്ട് എന്നുള്ളത്. അപ്പോ കുറച്ച് കഴിഞ്ഞിട്ട് അപ്പൊ ഇതെല്ലാം നമുക്ക് ഈ സൈഡിൽ തന്നെ ഒഴിച്ചു വെക്കാം. കാരണം ഇതിൽ ഇനി ഒരു സെക്ഷനും കൂടെ എനിക്ക് നല്ല ഡ്രസ്സിന്റെ കൂട്ടത്തിലുണ്ട്. അപ്പൊ അതും കൂടെ എടുത്ത് വെച്ചിട്ട് നമുക്ക് എല്ലാം ടോപ്പ്, ടീഷർട്ട് അങ്ങനെ തിരിച്ചിട്ട് നമുക്ക് ലാസ്റ്റ് എടുത്തിട്ടാണ് അലമാരി കയറ്റാൻ. ഏറ്റവും അടിയിലൊരു സെക്ഷൻ എന്ന് പറയുന്നത് വീട്ടിലിടുന്ന കുറച്ച് ഡ്രസ്സാണ്. അത് പിന്നെ അവിടെ തന്നെ വെക്കാനുള്ളത്, തിരിയാനൊന്നുമില്ല. അതുകൊണ്ട് ഇതെല്ലാം നമുക്ക് ഇവിടെ സൈഡിലാക്കി വെച്ചിട്ട് അടുത്ത സെക്ഷൻ കൂടെ എടുത്ത് നമുക്ക് ഇങ്ങോട്ട് വെക്കാം. ഇനി നമുക്ക് എടുക്കാനുള്ളത് ഈ സെക്ഷനാണ്. അതിന്റെ അടിയിൽ ഇരിക്കുന്ന സെക്ഷൻ അബിയുടേതാണ്. അതിന്റെ അടിയിൽ ഇരിക്കുന്ന തട്ടെന്ന് പറയുന്നത് എന്റെ വീട്ടിലിരുന്ന കുറച്ച് ഡ്രസ്സ്. അപ്പോ അത് നിലത്ത് തന്നെ വന്നിട്ട് അവിടെ തന്നെ മടക്കി അവിടെ തന്നെ വെക്കാനുള്ളതേ ഉള്ളൂ. അപ്പൊ ഈ ഒരു സെക്ഷൻ കൂടി എടുത്തിട്ട് നമുക്ക് ആ കൂട്ടത്തിൽ അടിച്ചു വെക്കാം. ഇത് കംപ്ലീറ്റ് നിറഞ്ഞിരിക്കുന്നതാണ്, കണ്ടോ. അപ്പം ഈ സെക്ഷൻ ഏതാണ്ട് ഫിനിഷ് ആയിട്ടുണ്ട്. നമുക്കിനി അതുകൂടെ മടക്കാം. ഇതിൽ അവിടെ ഇവിടെ കുറച്ച് ഈ ജീൻസ് ഒക്കെ വലിയ ഒടിവും മടവൊന്നും ഇല്ലാതെ മടങ്ങിയിരിക്കുന്നതാണ്. അപ്പം അതെല്ലാം എടുത്ത് അങ്ങോട്ട് തന്നെ നമുക്ക് വലിയ ചുളുക്കാതെ വെക്കാം. ഇതൊരു ജീൻസ് ആണ്. ഇതൊരു ലെഗിനാണ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ടോപ്പാണ് കേട്ടോ. ഒരു അംബ്രല്ല കട്ട് ടോപ്പ്. ഇത് ഏതാണ്ട് നമുക്കൊരു ഫംഗ്ഷൻ ഒക്കെ പോകുമ്പോൾ ഇടാൻ പറ്റുന്ന ടൈപ്പ് ഒരു സാധനം. ഇത് ഞാൻ മീഷോയിന്ന്, ഫ്ലിപ്കാർട്ടിൽ നിന്ന്, മീഷോയിന്ന് മേടിച്ചത് കണ്ടോ. പക്ഷെ ഞാൻ മേടിച്ചതല്ലാതെ ഇതുവരെ ഇട്ടിട്ടില്ല കേട്ടോ. ഇത് ഞാൻ പറഞ്ഞത്, ഇത് ഞാൻ പ്രഗ്നന്റ് ആയിരുന്ന ടൈമിൽ എന്തോ വാങ്ങിയതാ. പിന്നെ ആയി കഴിഞ്ഞപ്പോൾ എനിക്ക് ഫീഡ് ചെയ്യാൻ പറ്റില്ല ഇത് വെച്ച്. പിന്നെ തന്നെ ഈ ലേസ് ഒക്കെ ആകുന്നത് കൊണ്ട് അത് ഭയങ്കരമായിട്ട് നേത്ത് കൊണ്ടത്. അതുകൊണ്ട് മേടിച്ചിട്ട് ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല. പക്ഷെ കൊള്ളാം, കാണാൻ നല്ല ഭംഗിയാണ് കണ്ടോ. കട്ടിലെ കുറച്ച് സ്ഥലം കുറവുള്ളത് കൊണ്ടാണ് ഇങ്ങനെ കൈ പിടിച്ച് മടക്കുന്നത്. നല്ല കുഴപ്പമൊന്നുമില്ല, സംഭവം സെറ്റാണ്. ഇതും ഞാൻ മീഷോയിൽ നിന്ന് എടുത്തൊരു ടോപ്പാണ്. പക്ഷെ ഇതിന് ഞാൻ വേറൊരു പരിപാടി ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് സംഭവം ചുമ്മാ പ്ലെയിൻ ടോപ്പായിരുന്നു. ഇത് കണ്ടോ, ഇങ്ങനെ
കിടക്കുന്ന നൈസ് ടോപ്പ്. അതിൽ ഞാൻ തന്നെ വർക്ക് ചെയ്തതാണ് ഈ കാണുന്നത്. കണ്ടോ, ഇത് ഞാൻ ത്രെഡ് വർക്ക് ചെയ്തെടുത്തു, ചെറിയ പൂക്കൾ ഉണ്ടാക്കിയിട്ട്. ബാക്കി ഈ സാധനം ലേസ് പോലുള്ള ഈ സംഭവങ്ങൾ ഞാൻ മേടിച്ച് പിടിപ്പിച്ചു. പിന്നെ കൈയുടെ അറ്റത്തും വെച്ചിട്ടുണ്ട്. കണ്ടോ, ഇട്ട് കഴിയുമ്പോൾ സംഭവം നല്ല രസമാണ്. പ്ലെയിൻ ആയിട്ട് ഞാൻ ഇട്ട് നോക്കിയപ്പോ എനിക്കൊരു ഭംഗി ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തെടുത്തു കഴിഞ്ഞപ്പോ വലിയ കുഴപ്പമില്ല എന്ന് പറയാം. ഇതൊക്കെ ആണെങ്കിലും ഞാനിത് പുറത്തിട്ടിട്ട് ഇത് ജീൻസ് ആണ്. പെടന്നു പോയി. Never sleep, never stop. As we shot from the top, we're gonna be two hearts running wild. We're gonna be. We're gonna be two hearts running wild. ഇപ്പൊ സെറ്റായില്ലേ? 1, 2, 3 ഈ 3 സെക്ഷൻ ടോപ്പ്. അപ്പോൾ നമ്മുടെ എല്ലാം കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇത്രയും ഡ്രസ്സാണ് അലമാരിക്കകത്ത് ഉണ്ടായിരുന്നത്. 2 കളറിൽ കേട്ടോ. ഇത് ജീൻസ്, ഇത് 3 സെക്ഷൻ ടോപ്പ്, ഇത് ടീഷർട്ട്, ഷർട്ട്, ക്രോപ്പ് ടോപ്പ് ഒക്കെ, ഇത് ലെഗിൻസ്, ഇത് സ്കേർട്ട്, പിന്നെ ഇത് സ്റ്റുഡിയോയിൽ നിന്നെടുത്ത പാൻറ്റും ഷർട്ടും പെയർ. അപ്പം ഈ കള്ളിയിൽ നമുക്ക് ജീൻസും സാധനങ്ങളും ഒക്കെ വെക്കാം. ഇവിടെ നമുക്ക് ടോപ്സ് എല്ലാം കൂടെ നിരത്തി വെക്കാം. ആവി പിടിക്കുന്ന സംഭവമാണ് കേട്ടോ. വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വെക്കാനുള്ളത് സ്കേർട്ടും ലെഗിൻസും കൂടെ നമുക്ക് ഈ ഒരു സെക്ഷനിൽ വെക്കാം. അപ്പോ അതവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി വെക്കാനുള്ളത് നമുക്ക് ജീൻസിന്റെ ടോപ്സ് ഒക്കെയാണ്. ഷർട്ട്, ക്രോപ്പ് ടോപ്പ്, അത് നമുക്ക് ഈ സൈഡിൽ വെക്കാം. ഇത് ലാസ്റ്റ് സെക്ഷൻ ആണ്. അയ്യോ, അങ്ങനെ നമ്മുടെ ഈ സെക്ഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഈ സെക്ഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എന്താണെന്ന് അറിയില്ല ഗൈസ്, വെറുതെ ഇരുന്നിട്ടേ വയർപ്പിന്റെ അസുഖമുണ്ട്. ഭയങ്കരമായിട്ടും മടുത്തു. അവിടെ ഇത്രയും നേരം നടന്നത് പറക്കി വെച്ചിട്ടേ ഉള്ളു, പക്ഷെ മടുത്തു. ഇനി ഏറ്റവും അടിയിലെ സെക്ഷൻ, അതിനിപ്പോ ഇങ്ങനെ ചെയ്യാല്ലേ നമുക്ക്. മടുത്തു. കണ്ടോ, ഇതാണ് നമ്മൾ ഇന്ന് അടുക്കി വെച്ചത്. ഇത് ഇപ്പോഴത്തെ ഒരു സെക്ഷൻ ഇച്ചിരി തുണിയേ ഉള്ളൂ. അവിടുത്തെ മരുന്നും കുപ്പയും സർജിക്കൽ മാസ്ക് ആണ് ഇരിക്കുന്നത്. അതും കൂടെ എടുത്ത് മാറ്റി, അത് സെറ്റാണ്. പിന്നെ ടോപ്പിന്റെ ഭാഗം ഇതാണ്. ഇതും ഏതാണ്ടൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് അബീൻ്റെ ഡ്രസ്സുണ്ട്, പിന്നെ ഇത് എൻ്റെ ഡ്രസ്സുണ്ട്. അതെല്ലാം നമുക്ക് ലാസ്റ്റ് ചെയ്യാം ഗൈസ്. അപ്പൊ ഇനി ഇതുകൊണ്ട് മതിയാക്കാൻ മടുത്ത് ഇനിയും വയ്യ. ഒത്തിരി നേരം ജോലി എടുത്ത് മടുക്കരുതെന്ന് അമ്മ പറഞ്ഞിരുന്നു. ബാക്കി ഇനിയുള്ളത് നിങ്ങളെ കാണിച്ച് ഞാൻ വെറുപ്പിക്കാനില്ല. ഏറ്റവും അടിയിലിരിക്കുന്നതൊക്കെ വീട്ടിലിടുന്ന ഡ്രസ്സാണ്. അപ്പോ അതിന് ആ സമയം കിട്ടുന്നത് പോലെ താൻ അടിക്കുന്നു. അപ്പൊ എന്താ പറയാ, ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ.
വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യാനൊന്നും ഇല്ലാന്ന് എനിക്കറിയാം. അതുകൊണ്ട് കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം. കമന്റ് ചെയ്യുമ്പോൾ വെറുതെ കമന്റ് ചെയ്താൽ പോരാ, എന്തെങ്കിലും കൂടുതൽ ശരിയാക്കാൻ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് സജഷൻ ആയിട്ട് തരാനുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ഇടയിൽ വന്ന് കമന്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാൻ എല്ലാ കൂട്ടുകാർക്കും ബൈ.